അപ്പോൾ ഗ്രൂപ്പ് സ്റ്റേജിൽ നമ്മൾ വീണ്ടും ചാമ്പ്യന്മാരായിട്ട് തുടരുകയാണ്. ഇന്ത്യ പാകിസ്ഥാൻ ഉൾപ്പെടുന്ന ഗ്രൂപ്പ് എയിൽ നമ്മൾ മുന്നിൽ തന്നെയാണ് റൺ റേറ്റിൻ്റെ കാര്യത്തിലും പോയിൻറ്റിൻ്റെ കാര്യത്തിലും. ഇന്നലെ നടന്ന മത്സരത്തിൽ നമ്മൾ പാകിസ്ഥാനെ തോൽപ്പിച്ചു. പക്ഷേ പാകിസ്ഥാനെ തോൽപ്പിക്കുമെന്ന് നമുക്ക് തന്നെ ഒരു ധാരണയുള്ള കളി തന്നെയാണ്. അത് ഊഹിക്കാം. കാര്യം ഇന്ത്യൻ ടീമിൻ്റെ ഒരു നിലവിലത്തെ ഫോമും പിന്നെ ഒരു പ്രഷർ ഹാൻഡിൽ ചെയ്യുന്ന ഒരു പവറും കൂടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ പണ്ടത്തേക്കാളും കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യ ഒത്തിരി മേലെയാണ് പാകിസ്ഥാനേക്കാൾ. പിന്നെ ഓഫ് കോഴ്സ് നമ്മളെങ്ങനെ ഇത്രത്തോളം എഫിഷ്യൻ്റ് ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഹ്ലി കൊണ്ടുവന്ന ആ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ്സിൻ്റെ ഒരു ഐറ്റം ഇന്ത്യൻ ടീമിനെ നല്ല രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട് ഇപ്പോൾ പല കാര്യങ്ങളും. പണ്ട് നമ്മൾ ഇതേപോലെയുള്ള വലിയ മത്സരങ്ങൾ പാകിസ്ഥാനൊക്കെ ആയിട്ടുള്ള കളിക്കുമ്പോഴുള്ള ആ ഒരു ടെൻഷന് കാര്യങ്ങൾ നമുക്കിപ്പോൾ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിലൊരു കാരണം ഞാൻ വിശ്വസിക്കുന്നത് ഇന്ത്യൻ ടീമിൻ്റെ ഫിസിക്കൽ ഫിറ്റ്നസ്സിൻ്റെ ഒരു പവറും കൂടിയുണ്ട്. പിന്നെ അത് ഓഫ് കോഴ്സ് അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഫീൽഡിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് എത്രത്തോളം ഉയർന്നെന്നുള്ളത് ആ ഫിസിക്കൽ ഫിറ്റ്നസ്സിൻ്റെ ഒരു ഗുണം കൂടി തന്നെയാണ്, അഡ്വാൻറ്റേജ് തന്നെയാണ്. അങ്ങനെ പല കാര്യങ്ങളും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്ത്യ 175 എടുത്തുള്ളെങ്കിൽ പോലും നമുക്കറിയാം അത് ബോൾ ചെയ്ത് പിടിക്കുമെന്നുള്ള ധാരണ നമുക്കുണ്ടായിരുന്നു. കാര്യം നമ്മുടെ ബാറ്റ്സ്മാൻമാർ അത്യാവശ്യം സ്ട്രഗിൾ ചെയ്തൊരു പിച്ചാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസിയായിട്ട് അതേ നാണയത്തിൽ തന്നെ നമുക്ക് തിരിച്ചും പണി കൊടുക്കാൻ പറ്റുമായിരുന്നു. അത് ആദ്യത്തെ മത്സരം തുടങ്ങി നമ്മൾ കാണുന്നതാണ്. നമ്മളൊരു 175 അടിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ച് അതിൻ്റെ ആ ഒരു ആനുകൂല്യം ബോളിംഗ് പിച്ചിൻ്റെ ഒരു ആനുകൂല്യം അല്ലെങ്കിൽ സ്പിന്നേഴ്സിൻ്റെ ഒരു ആനുകൂല്യം തിരിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റും. കാര്യം നമ്മുടെ കയ്യിലും സ്റ്റോക്കുകളെല്ലാം ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം അതെങ്ങനെ നടക്കും എന്നുള്ളത്. ഞാൻ എടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്ന 1-2 കാര്യങ്ങളിൽ മെയിനായിട്ട് വരുന്നൊരു കാര്യം, ആദ്യത്തെ ഒരു കാര്യം പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. അത് ഈ മാച്ചുമായിട്ട് റിലേറ്റഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഉണ്ട്. അഭിഷേക് ശർമ്മ കുറച്ച് നാളായിട്ട് വയറ് സംബന്ധമായ അസുഖത്തെ തുടർന്ന് പുറത്തായിരുന്നു. ഇന്നലെ വന്ന് കളിച്ചു. 0-യിലാണ് വിക്കറ്റ് പോയിരിക്കുന്നത്. ഇവിടെയുള്ള നിങ്ങൾ കുറേ കാലമായിട്ട് കേരളത്തിലെ ഈ മാധ്യമങ്ങളെയും കുറേ ഉഡായിപ്പ് ഈ അന്ധം ഫാൻസ് ശ്രദ്ധിച്ചിട്ടുണ്ട്. ക്രിക്കറ്റിൻ്റെ അന്ധം ഫാൻസ് ക്രിക്കറ്റ് എന്താണെന്ന് അറിയാത്തതാണോ അത് ഇവർ പൊട്ടം കളിക്കുവാണോ എനിക്കിപ്പോഴും മനസ്സിലാകാത്ത കാര്യമാണ്. ഞാൻ ഇതിനു മുന്നേ ഒരു വർഷത്തെ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനെപ്പറ്റി. ഇപ്പോഴും അത് വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞത് പറയണമെന്ന് കേൾക്കുന്നതിന് ഒരു ചളുപ്പ് വേണ്ടേ. സഞ്ജു സാംസൺ അല്ല കേട്ടോ, സഞ്ജു സാംസൺ അറിഞ്ഞുകൊണ്ട് ചെയ്യണതല്ല. ഈ പുള്ളീനെ ഏതോ തലത്തിലേക്ക് ഉദ്ദേശിച്ചിരിക്കുന്ന കുറേ ഫാൻസുകാരും പുള്ളിയുടെ കയ്യിൽ നിന്ന് കുറേ സാധനങ്ങൾ കിട്ടാനുള്ള കുറേ മാധ്യമങ്ങളും ക്രിക്കറ്റ് അറിഞ്ഞിട്ടാണോ ക്രിക്കറ്റ് അറിയാത്തത് എനിക്കറിയില്ല. ഇപ്പോഴും ഇവരിപ്പോൾ പുറകെ കൂടിയിരിക്കുന്നത് അഭിഷേക് ശർമ്മയുടെയാണ്. ഈ മണ്ടന്മാർ കുറേ കാലം മുന്നേ ആദ്യമേ പറഞ്ഞു കിടന്നു വെച്ചത് ധോണിയുള്ളതുകൊണ്ട് സഞ്ജുവിന് അവസരം കിട്ടുന്നില്ല എന്നുള്ളതാണ്. ധോണിയുടെ അടുത്തൊക്കെയാണ് കോമ്പറ്റീഷനായിട്ട് ചെന്നിട്ടിരിക്കുന്നത്. അതിനുശേഷം ധോണി വിരമിച്ചു. കുറേ കാലം ശേഷം ഋഷഭ് പന്തിൻ്റെ പുറകെ നടന്ന് ആ ചെക്കൻ ആക്സിഡൻറ്റുമായി ഒരു വർഷത്തോളം അവൻ ചികിത്സയിലും പോയി. അവൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയത് തന്നെ വലിയ ഭാഗ്യത്തിനാണ്. ആ സമയത്ത് ഇവിടെ സന്തോഷിച്ച കുറേ വാണങ്ങളുണ്ട്, ലോകവാണങ്ങളാണ്, മനസ്സിലായോ? പന്തിൻ്റെ ഒരു സ്കില്ലെന്നാണ് ഞാൻ ഇതിനു മുമ്പേ വീഡിയോ ചെയ്തിട്ടുണ്ട്. പന്തിൻ്റെ സ്കില്ലെന്ന് പറഞ്ഞാൽ ആ സ്കില്ലിൻ്റെ റീച്ചിൻ്റെ അത്ര ഒന്നും ഇവരാരും എത്തത്തില്ല. സഞ്ജു എത്തത്തില്ല, പലരും എത്തത്തില്ല. പിന്നെ പുള്ളിക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ആ ഒരു അലസമായിട്ടുള്ള ഷോട്ടുകൾ കാര്യങ്ങളൊക്കെ കൊണ്ട് പുള്ളി അത് തൊലച്ചുകളാണ്. പിന്നെ കിഷൻ്റെ പുറകെ ഇഷാൻ കിഷൻ്റെ ഒപ്പം ഇനി പിടിച്ച് നിൽക്കാൻ പറ്റിയാലെന്ന് മനസ്സിലായി. അപ്പോൾ കിഷനെ ഉപേക്ഷിച്ച് അഭിഷേക് ശർമ്മയുടെ പുറകെ. ഈ പൊട്ടന്മാരെ, അഭിഷേക് ശർമ്മയ്ക്ക് ഏത് റേഞ്ചിൽ കളിക്കുന്ന ആളാണ്. ഈ അടുത്ത കാലത്തെ അവൻ വന്നിട്ടുള്ളൂ. വലിയ ഇന്ത്യൻ ടീമിലേക്ക് വന്നിട്ട് വലിയ ലോങ് ഡ്യൂറേഷനൊന്നും ആയിട്ടില്ല. വളരെ ചുരുക്കം കളി മതിയല്ലോ അവൻ്റെ റേഞ്ച് എന്താണെന്നറിയാൻ. അവനെ കൂട്ടാൻ വേണ്ടി നടക്കുകയാണ്. ഇപ്പോൾ അവൻ 0-യിലാണ് വിക്കറ്റ് പോയത്. സീനടുത്ത് കഴിഞ്ഞ ദിവസം 0-ന് ഔട്ടായി. അതുകൊണ്ട് സഞ്ജുവിനെ കയറ്റണം. എൻ്റെ ദൈവമേ, അത് ലോകമാണങ്ങളാണ്. ശരിക്കും ഇങ്ങനെയുള്ള കുറേ പേജുകൾ ഞാൻ ബ്ലോക്ക് ചെയ്ത് തുടങ്ങി. കാര്യം എന്താണെന്നറിയാമോ, ഇതിനകത്ത് ഈ കുറേ ആൾക്കാരുണ്ട്. ഇപ്പം നമ്മളൊക്കെ ക്രിക്കറ്റ് കളി കാണാൻ തുടങ്ങിയിട്ട് കുറേ വർഷമായി. കുറേ ആൾക്കാർക്ക് ഇന്ത്യ ജയിച്ചോ ഇല്ലയെന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഓക്കെ, അവർക്ക് വേറെ ആരും എങ്ങനെ ഇന്ത്യ ജയിച്ചു, ഇന്ത്യയുടെ ഒരു ടീം സെലക്ട് ചെയ്യുമ്പോഴുള്ള ടീമിൻ്റെ കോർഡിനേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സെലക്ഷൻ മാനർ, അതിൻ്റെ ഒരു ഡയമെൻഷൻ, ഇതൊക്കെ എന്താണെന്ന് പലർക്കും അറിയില്ല. ഒരു ടീം വെറുതെ ജയിക്കുന്നതല്ല. അങ്ങനെയാണെങ്കിൽ ഒരു ടീമിലെല്ലാം ഒരേ കളിക്കാർ തന്നെ മതിയല്ലോ. അങ്ങനെയല്ലത്. കളിക്കാർ കുറേ പേരുണ്ടാകുമ്പോൾ ചില ആൾക്കാരെ പുറത്തെടുത്തു. നമുക്ക് തോന്നാറുണ്ട് എന്തുകൊണ്ട് അവരെടുത്തില്ല. അത് ടീമിൻ്റെ ഒരു കോമ്പിനേഷൻ ഉണ്ട്. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ കുൽദീപ് യാദവ് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് പുള്ളിയുടെ ബോളിംഗ് ഒരു സംഭവമേ അല്ല. പുള്ളീനെ എടുത്തിട്ട് അലക്കാറുമുണ്ട്. പുള്ളിക്ക് തന്നെ ഒരു അൺഫിറ്റായിട്ട് തോന്നുന്ന ഒരു രീതിക്കാണ് പുള്ളിയുടെ പല കാര്യങ്ങളും ഇപ്പോൾ ഈ ഗ്രൗണ്ടിൽ തോന്നാറുണ്ട്. ബട്ട് സ്റ്റിൽ ടീം മാനേജ്മെൻറ്റ് എന്തുകൊണ്ട് ഒരു പ്രൊഫഷണൽ സ്പിന്നറെ ടീമിൽ വെക്കുന്നതെന്ന് പറഞ്ഞാൽ അതാണ് ആ ഒരു ടീമിൻ്റെ കോമ്പിനേഷൻ. അങ്ങനെയാണ് വരേണ്ടത്. ഓക്കെ, ബാക്കി സ്പിന്നേഴ്സ് ഇല്ലാത്തതുകൊണ്ടല്ല കുൽദീപിനേക്കാളും വിക്കറ്റ് എടുക്കുന്ന ഈ 2020 ആപ്റ്റായിട്ടുള്ള കുറേ പേര് ഇപ്പോഴും കളിക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ കുൽദീപിനെ ഒഴിവാക്കിയിട്ട് അതിന് പകരം ഒരു ബാറ്റ്സ്മാനെ എടുത്ത് ചോദ്യങ്ങളൊക്കെ ഉയരാം. എങ്കിലും അത് എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന് വ്യക്തമായ കാരണങ്ങളുണ്ട് പലതും. ഓക്കെ, ഇന്നലെ എന്തുകൊണ്ട് പാകിസ്ഥാൻ ടീം ബാബർ അസം എന്ന് പറഞ്ഞ അവരുടെ ഒരു പ്രൊഫഷണൽ നല്ലൊരു വേൾഡ് സ്റ്റാൻഡേർഡ് ബാറ്റ്സ്മാനെ ഉൾപ്പെടുത്തുന്നറിയാം.
പലർക്കും പുള്ളീനെ ട്രോളാനുള്ള ഒരു മെറ്റീരിയൽ മാത്രമാണ്. ബട്ട് നമുക്കറിയാം പുള്ളി കളിച്ചിരുന്നെങ്കിൽ ചില കളി ജയിക്കാൻ അല്ലെങ്കിൽ കുറേ ആ ഒരു ടീം എന്തെങ്കിലും ഇന്ത്യക്ക് കോമ്പറ്റീഷൻ ഇന്നലെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ പുള്ളീനെ പോലെ ഒരു ക്ലാസ് ബാറ്റ്സ്മാനോടെ വേണം, അല്ലെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ ലെവലുള്ള ഒരു ബാറ്റ്സ്മാൻ ഉണ്ടെങ്കിലേ ഉള്ളൂ ഒരു കുറച്ചെങ്കിലും ഇന്ത്യക്ക് ഒരു കോമ്പറ്റീഷൻ അവിടെ വരുള്ളൂ. ഞാനൊക്കെ അങ്ങനെ വിശ്വസിച്ചാണ്. പുള്ളി വന്ന് ഫസ്റ്റ് ബുംറയുടെ ബോളിൽ എടുത്ത ഷോട്ട് തന്നെ അതിൻ്റെ എക്സാമ്പിളാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി പുള്ളിക്ക് അത് ബോൾ ജഡ്ജ് ചെയ്യാൻ പറ്റിയില്ല. അസ്കർ പട്ടേലിൻ്റെ ബോൾ ജഡ്ജ് ചെയ്യാൻ പറ്റിയില്ല. ക്രോസ് ബാറ്റ് വീശി അത് പോയി. ഓക്കെ, എങ്കിൽ പോലും പുള്ളിയുള്ളത് ഇന്ത്യക്കെതിരെ കളിക്കുമ്പോൾ പുള്ളിയുള്ളത് ആ ടീമിൻ്റെ ഒരു ആത്മവിശ്വാസമാണ്. അതാണ് ഒരു ഇൻ്റർനാഷണൽ ക്ലാസ് ബാറ്റ്സ്മാൻ്റെ അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ബാറ്റ്സ്മാൻ്റെ ക്വാളിറ്റി ബാറ്റ്സ്മാൻ്റെ ഒരു വാല്യൂ അവിടെയാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും ഓരോ ടീമിൻ്റെ മാനദണ്ഡമായിട്ട് സെലക്ഷനിൽ വരാറുണ്ട്. ഇപ്പോൾ അഭിഷേക് ശർമ്മേൻ്റെ പുറകെ ഇവർ കൂടിയതിരിക്കണത് ഇപ്പോൾ ശരിക്കും ഇത് സഞ്ജു അറിഞ്ഞിട്ടാണോ അതോ സഞ്ജുവിന് എനിക്ക് തോന്നുന്നത് ഇതൊക്കെ വലിയ ധാരണയുള്ളതാണ്. അഭിഷേക് ശർമ്മ എന്താണെന്നുള്ളതും താൻ എന്താണെന്നുള്ളതും വലിയ ധാരണയുള്ളതാണ്. ഈ അഭിഷേക് ശർമ്മ ഒരു കളിക്ക് 0 എടുത്തുന്നുണ്ടെങ്കിൽ ആ കളിക്ക് എന്നാൽ പിന്നെ സഞ്ജു ബാറ്റ്സ് ഇറങ്ങുവാണ്, ഇവനൊരു 0 എടുത്തുള്ളൂ, അടുത്ത കളി സഞ്ജുവിനൊക്കെ. ഇതൊക്കെ സഞ്ജുവിനെ തന്നെ നാണം കെടുത്തുന്ന പരിപാടിയാണ്. അഭിഷേക് ശർമ്മയുടെ ഏത് റേഞ്ചിൽ നിൽക്കുന്ന കളിക്കാരനാണ്. കഴിഞ്ഞ ദിവസം കളിച്ചില്ല, ഓക്കെ, എന്തോ ആയിക്കോട്ടെ, അതും ആ ഫസ്റ്റ് സർക്കിളിലേക്ക് അയച്ചു പോയി. അത് ജസ്റ്റ് മിസ്സാണ്. അതൊക്കെ റയറായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. മനസ്സിലായോ? അഭിഷേക് ശർമ്മയുടെയൊക്കെ റീസെൻറ്റ് പെർഫോമൻസ് തന്നെ മതിയല്ലോ. എന്തിനാണ് അധികം പോകുന്നത്? വളരെ ചുരുക്കം ഇന്നിങ്സ് എടുത്ത് നോക്കിയാൽ മതി. അവൻ്റെ ഒരു റേഞ്ച് എന്താണെന്ന് മനസ്സിലാവും. ഓഫ് ടെമ്പിലേക്കൊക്കെ എടുക്കുന്ന ആ ഒരു ഷോട്ടുകൾ, കട്ട് ഷോട്ടുകൾ, സിക്സ് അടിക്കുന്ന, അത് ഫസ്റ്റ് 3-4 ഓവേഴ്സിനുള്ളിൽ എടുക്കുന്ന സിക്സറുകൾ, ഓഫ് ടെമ്പിൽ മാത്രം എടുക്കുന്ന സിക്സറുകൾ അളന്നാൽ മതി. അത്രേ ഉള്ളൂ ആ ഒരു കളിക്കാരൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. അവിടെ നമുക്ക് ക്ലിക്കാവും. ഓക്കെ, നിങ്ങൾ ഈ ഫാൻസ് ദൈവത്തെ ഓർത്ത് സഞ്ജു എന്ന് പറഞ്ഞ ആളെ നാണം കെടുത്തത്. കാര്യം സഞ്ജു കഴിഞ്ഞ ദിവസം എടുത്ത നമീബിയക്കെതിരെ കളിച്ച കളി അതുവരെയുള്ള കളികളിൽ വെച്ച് നോക്കുമ്പോൾ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. പുള്ളി കുറച്ചും കൂടി നല്ല രീതിയിൽ നെറ്റിൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളി എടുത്ത ഷോട്ടുകൾ ഫസ്റ്റ് എടുത്തിരിക്കുന്ന ലോഫ്റ്റ് ഷോട്ട് നല്ലതായിരുന്നു, സൂപ്പർ, നല്ല രസമുണ്ട് കാണാൻ. സെക്കൻഡ് ഫ്ലിക്ക് എടുത്തിരിക്കുന്നത്, ലെഗ് സ്റ്റംപിൽ എടുത്തിരിക്കുന്ന 2 ഫ്ലിക്ക്, അതും നല്ല സൂപ്പർ തന്നെയായിരുന്നു. ക്ലാസ്സാണ് ശരിക്കും. അങ്ങനെയുള്ള ഷോട്ടുകളാണ് വേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. സഞ്ജു 2020 പറ്റിയ ഒരു ഫ്ലോ ഉള്ള ബാറ്റ്സ്മാനാണ്. ഓക്കെ, ബട്ട് അതിനെ നിങ്ങൾ ഇങ്ങനെ അഭിഷേക് ശർമ്മയെ പോലെ ഒരാളേക്ക് വെച്ചിട്ട് വെറുതെ വില കുറച്ച് കണ്ട് ഈ എന്താ പറയുക, ഈ വേട്ടപ്പട്ടികളെ പോലെ എന്നിങ്ങനെ അവിടെ ഇവിടെ BCCയുടെ പേജിൽ, സുനിൽ ഗവാസ്കറിൻ്റെ പേജിൽ ഇങ്ങനെ കുറേ വാണങ്ങൾ എന്ന് വെച്ച് മെസ്സേജ് ഇട്ട് അവനാണ് മോശം, ഇവനാണ് മോശം. കളി കാണുന്ന ആൾക്കാർക്ക് അറിയാടേ, എത്ര വർഷമായിട്ട് ഇതൊക്കെ എല്ലാവരും കാണുന്നതാണ്. ഓക്കെ, നിങ്ങൾ സച്ചിൻ്റെയൊക്കെ പേജുകൾ നോക്കും. സച്ചിനൊക്കെ ഒരു കളിക്കാരനെ എത്ര കൃത്യമായിട്ട് സച്ചിൻ അളക്കാറുണ്ടെന്ന് അറിയാമോ? സച്ചിൻ്റെ ട്വിറ്റർ അല്ലെങ്കിൽ പുള്ളിയുടെ പേജുകളിൽ ഒരു കളിക്കാരെ പറ്റി പുള്ളി വ്യക്തമായിട്ട് ഓരോ ഇന്നിങ്സ് കഴിയുമ്പോൾ എഴുതിയിടാറുണ്ട്. ഓക്കെ, അവിടെ നമ്മൾ പറയുന്ന ആൾക്കാരുടെയൊക്കെ പേരുകൾ വരുന്നുണ്ടോ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങളിത് എത്ര പേര് ഇതൊക്കെ പറഞ്ഞ് ഈ കളിപ്പിച്ചിട്ട് നടക്കും? മനസ്സിലായത്? കളി ഒബ്സർവ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം ഒരാൾക്കാരുടെ പരിമിതി എന്താണ്, ഒരാൾക്കാരുടെ ഗുണങ്ങൾ എന്താണെന്നുള്ളത്. സഞ്ജു മോശം കളിക്കാരാണെന്നൊന്നുമല്ല. ചില സാഹചര്യങ്ങളിൽ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വേൾഡ് കപ്പിൽ എടുത്തിട്ട് എന്തുകൊണ്ട് സഞ്ജുവിനെ കളിപ്പിക്കാണ്ട് ബെഞ്ചിലിരുത്തി എന്ന് പറഞ്ഞാൽ സഞ്ജു എടുത്തിരുന്നെങ്കിൽ ആ കളി ചിലപ്പോൾ ഇന്ത്യ കപ്പെടുക്കത്തില്ലായിരുന്നു. ഇത്രയേ ഉള്ളൂ കാര്യം. ഇത് വലിയ കാര്യമൊന്നുമില്ല. അത് ഞാൻ അവസരങ്ങൾ കിട്ടുന്നില്ല, അവന് ടെൻഷൻ കൂടുതലാണ്. ഇതൊക്കെ ആരോടാണ് പറയണത്? ഇവിടെ ടെൻഷൻ കൂടുതലാണെങ്കിൽ ആ ടെൻഷൻ വെച്ച് കളിക്കാൻ പറ്റുന്ന 100 കണക്കിന് കളിക്കാരുടെ ക്യൂ ആണ്. മനസ്സിലായോ? കോമ്പറ്റീഷനാണ്. കളിക്കുന്നവനെ നേട്ടം ഉണ്ടാവുള്ളൂ. ഓക്കെ, ഈ കിഷൻ എത്ര നാൾക്ക് ശേഷമാണ് ഇഷാൻ കിഷൻ ടീമിലേക്ക് വരുന്നത്? ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉണ്ടാകേണ്ട അവരാണല്ലോ. ഒരു കളി കളിച്ചില്ല, അവിടെ പുറത്താണ്. ഇങ്ങോട്ട് കളിച്ചിട്ടിരിക്കുന്ന കളി നോക്കി. ഇന്നലെയൊക്കെ അവൻ്റെ ഒറ്റ ഷോൾഡറിലാണ് കളി പോയത്. 88 റൺസ് സ്കോർ ബോർഡിൽ വരുമ്പോൾ 77 റൺസ് അവനെ എടുത്തിരിക്കുന്നത്. ടോട്ടൽ സ്കോർ ഇന്ത്യയുടെ 175. ഏകദേശം അതിൻ്റെ ഓൾമോസ്റ്റ് പകുതിക്ക് താഴെ അവൻ്റെ സ്കോർ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് കളികളെന്ന് പറയുന്നത്. ഓക്കെ, അതൊക്കെ ഒരു ടീമിൻ്റെ. ഇപ്പോൾ ഞാൻ പറയാം, റിങ്കു സിംഗ് ഇന്നലെ എടുത്തൊരു ഷോട്ട് അവസാനം വന്നിട്ടാണ് ആ ഷോട്ട് കളിച്ചത്. ആ 2 ബോൾ എടുത്ത ഒരു കട്ട് ഷോട്ട് 1 ഹാൻഡിലാണ് എടുത്തത്. എടുത്ത 6. ആ ഷോട്ടുകളുടെ സിഗ്നേച്ചർ ശ്രദ്ധിച്ചോ നിങ്ങൾ? എന്തൊരു ഉറപ്പാണ് ആ ഷോട്ടുകൾക്ക് എന്ന് പറയുന്നത്. ഒരു കളിക്കാരെടുക്കുന്ന ഷോട്ട് എന്തുകൊണ്ട് ഓരോ കളിക്കാരെ ടീമിൽ നിർത്തുന്നു എന്ന് പറഞ്ഞതിൻ്റെ ഒരു കറക്റ്റ് എക്സാമ്പിളാണ് അങ്ങനെയുള്ള അവസരങ്ങൾ എടുക്കുന്ന ഷോട്ടുകളെന്ന് പറയുന്നത്. അപ്പോൾ സഞ്ജുവിന് പറ്റുന്ന ഒരു റേഞ്ച് ഉണ്ട്. അത് സഞ്ജു കളിക്കാറുമുണ്ട്. അത് അവസരങ്ങളിൽ അത്യാവശ്യമൊക്കെ ഉപയോഗിക്കാറുണ്ട്. ചില സമയങ്ങളിൽ പാളിപ്പോകാറുണ്ട്. എങ്കിൽ പോലും രവിശാസ്ത്രി ഉൾപ്പെടെയുള്ള കോച്ചുമാർ സഞ്ജുവിനെ എക്സ് ഫാക്ടർ എന്ന് വിളിച്ചിട്ടുണ്ട്. അതായത് ഇമ്പോർട്ടൻറ്റ് പ്ലെയർ അല്ലെങ്കിൽ ഗെയിം ചേഞ്ചർ എന്ന് വിളിച്ചിട്ടുണ്ട്. ഓസ്ട്രേലിയയിലുള്ള 2020 എടുക്കാതിരുന്ന സമയത്ത് അന്ന് രവിശാസ്ത്രി എല്ലാം തോന്നുന്നു. അന്ന് എന്തുകൊണ്ട് സഞ്ജുവിനെ എടുത്തില്ല? എക്സ് ഫാക്ടർ എന്ന് പറഞ്ഞ ഒരു കളിക്കാരൻ കൂടിയാണ്. എക്സ് ഫാക്ടറാണ് സഞ്ജു. ഒരു എക്സ് ഫാക്ടറായിട്ട് രവിശാസ്ത്രി ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. അതായത് സഞ്ജുവിന് ക്വാളിറ്റി ഉണ്ട്. പക്ഷേ അതിവിടെയുള്ള ഈ പൊട്ട മാധ്യമങ്ങൾ ഋഷഭ് പന്തിൻ്റെ പുറകെയും MS ധോണിയുടെ പുറകെയും ഇവരുടെ പുറകില്ല അഭിഷേക് ശർമ്മയുടെ പുറകെ പോയി കളയേണ്ട ഒരു വിലയല്ലത്. അങ്ങനെ ഈ കുറേ ആൾക്കാർ ഇതിനെപ്പറ്റി ധാരണയില്ലാണ്ട്, ഒരാൾക്കാരുടെ ഷോട്ടുകളെ പറ്റി ധാരണയില്ലാണ്ട്
അവരെന്തുകൊണ്ട് ഓരോ പിച്ചുകൾ എടുക്കുന്നതെന്ന് ധാരണയില്ലാണ്ട് ഒരു വലിയ ഇവൻറ്റുകൾ ഈ വേൾഡ് കപ്പ് പോലുള്ള വലിയ സംഭവങ്ങളിൽ വലിയ വലിയ മാച്ചുകളിൽ എന്തുകൊണ്ട് ഓരോ പ്ലെയേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്യിക്കുന്നു എന്നൊക്കെ തിരിച്ചറിയാണ്ട് അവിടെ ഇവിടെ പോയി കമൻ്റ് ഇട്ട് ആ സഞ്ജു എന്ന് പറഞ്ഞ് കളിക്കാരനെ കൂടി നാണം കെടുത്തത്. ഓക്കെ, പിന്നെ ഇന്നലെ കളിയിലേക്ക് വരുന്നു. നമ്മൾ വിചാരിച്ചത് നല്ല ഒരു വലിയ അഭിഷേക് ശർമ്മയുടെ ഒരു വലിയ ഒരു വെടിക്കെട്ട് കാണാൻ പറ്റുമെന്നാണ്. ബട്ട് അഭിഷേക് ശർമ്മ എടുത്ത ഷോട്ട് അതിൽ തന്നെ കുറച്ച് ബോളുകളൊക്കെ ഡിഫെൻഡ് ചെയ്യേണ്ടി വന്നു. കറക്റ്റായിട്ടൊരു ഹിറ്റ് വരേണ്ട സമയത്ത് ആ വിക്കറ്റ് പോയി. അത് ഫസ്റ്റ് സർക്കിളിലാണ്, ജസ്റ്റ് മിസ്സാണ്. അപ്പോൾ ആ ബൗണ്ടറി പോയിരുന്നെങ്കിൽ പിന്നീട് അങ്ങോട്ട് നമുക്ക് നല്ലൊരു ഇത് കിട്ടിയേനെ. ബട്ട് കിഷൻ ഇന്നലെ കാണിച്ച ഒരു അപ്രമാദിത്യം വളരെ റെയറായിട്ട് ഒരു ബാറ്റ്സ്മാൻ കാണിക്കുന്ന ഒരു പവറാണ്, ഒരു ഹിറ്റിംഗ് സ്കില്ലായിരുന്നു. വളരെ റെയറായിട്ടൊരു ബാറ്റ്സ്മാൻ കാണിക്കാറുള്ള, ഇന്ത്യൻ ടീമിൽ തന്നെ വളരെ അപൂർവമായിട്ട് ഒരു ബാറ്റ്സ്മാൻ കാണിച്ചിട്ടുള്ള ഒരു പവർഫുൾ ഹിറ്റിംഗ് ആയിരുന്നു ഇന്നലെ നമ്മൾ കണ്ടത്. സേവാഗ് ഇതേപോലെ ചെയ്തിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു വൺ ഹാൻഡ് പുള്ളിക്ക് മാത്രമേ ടച്ച് കിട്ടിയെന്ന് വിചാരിക്കുന്ന പോലത്തെ ഒരു അടിയോടടി ഒരിഞ്ഞടിയായിരുന്നു. കിട്ടുന്നതെല്ലാം അടി തന്നെ. പുള്ളിക്ക് ഇന്നലെ അവർ ബോൾ എറിഞ്ഞതിൽ ഒരു ബോൾ പോലും പുള്ളിക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. മറിച്ച് ബാക്കി വന്ന 7 ബാറ്റ്സ്മാൻമാർ ഫേസ് ചെയ്തതിൽ അവരെല്ലാവരും ഫേസ് ചെയ്യുന്നത് അവർ ഓരോ ബോൾ ഫേസ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നും ഇത്രയും ഡിഫിക്കൽട്ടായിരുന്നോ ഈ പിച്ച്, അല്ലെങ്കിൽ ഇത്രയും ഡിഫിക്കൽട്ടായിരുന്നോ ഈ കളി എന്നുള്ളതാണ്. കിഷൻ എത്ര ഈസി ആയിട്ടാണ് അവരുടെ എല്ലാ ബോളേഴ്സിനെയും നിലം തൊടാണ്ട് പറപ്പിച്ചിട്ടിരുന്നത്. തൊടുന്ന എല്ലാ ഫോറുകളായിരുന്നു. ഞാനിങ്ങനെ ആലോചിക്കുക, അടിക്കണത് എല്ലാ ഫോറുകൾ. റിവേഴ്സ് സ്വീപ്പ് എടുത്തു, അത് കുളവായിച്ചിട്ട് പുള്ളിക്ക് പരിക്ക് പോകുന്നു. അതിനെപ്പറ്റി നമ്മൾ പിന്നെ പറയുന്നുണ്ട്. ബട്ട് അടുത്ത റിവേഴ്സ് സ്വീപ്പിൽ അത് നല്ല രീതിയിൽ അത് 4 എക്സിക്യൂട്ട് ചെയ്തു. എങ്കിൽ പോലും പുള്ളിക്ക് ഇത്രയും ടച്ച് കിട്ടിയൊരു പിച്ചിൽ ഞാനെപ്പോഴും ആലോചിച്ചു. കാര്യം അവിടെ അന്നേരം തിലക് വർമ്മ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് കിഷൻ എനിക്ക് തോന്നുന്നു കിഷൻ വിക്കറ്റ് കളയാണ്ടിരിക്കാനുള്ള പരിപാടികൾ കൂടുതൽ ശ്രമിക്കണമായിരുന്നു. ശരിക്കും അതിനുവേണ്ടി കോൺഷ്യസ് എഫർട്ട് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ റൺസും വരത്തില്ല. അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ എപ്പോഴും ആലോചിച്ചു കിഷൻ്റെ വിക്കറ്റ് പോലെ അതിൻ്റെ ഇടക്കാണ് പുള്ളി ഒരു അനാവശ്യമായിട്ട്, നമ്മൾ ഇതിനു മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടാണ്, പുള്ളി അനാവശ്യമായിട്ട് വിക്കറ്റ് വലിച്ചെറിയാൻ ടൈപ്പ് ഒരു ഷോട്ട് എടുക്കാറുണ്ട്, റിവേഴ്സ് സ്വീപ്പ് എടുക്കാറുണ്ട്. ഇന്നലെ അങ്ങനെ ഒരെണ്ണം എടുത്ത് പുള്ളിക്ക് ഇഞ്ചുറി ആയെന്ന് ഞാൻ വിചാരിച്ചു. എനിക്ക് പരിക്കായെന്ന് വിചാരിച്ചു. കാര്യം നല്ല രീതിയിൽ സ്ട്രെയിൻ വന്നു, ഇനി ഇടിച്ചാണ് അവിടെ വീണത്. ആ സമയത്ത് അതിൻ്റെ ഒരു ആവശ്യം ഇല്ലാന്ന് തോന്നി. ഓക്കെ, അതിനുശേഷം അതിൻ്റെ ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞ് വീണ്ടും കയറി. ബട്ട് അടുത്ത ബോളിൽ തന്നെ പുള്ളി ആ റിവേഴ്സ് സ്വീപ്പ് എവിടെയാണ് മുടങ്ങിയത് അവിടെ റിസ്യൂം ചെയ്ത് ആ റിവേഴ്സ് സ്വീപ്പ് തന്നെ 4 എക്സിക്യൂട്ട് ചെയ്തു. 4 കിട്ടി. അപ്പോഴും വിക്കറ്റ് വലിച്ചെറിയുന്ന ഒരു ത്വര ആ ബാറ്റിങ്ങിൽ നമുക്ക് കാണാമായിരുന്നു. അങ്ങനെ കയറി അടിച്ച് ഒരു വിക്കറ്റ് പോയി. അല്ലെങ്കിൽ പുള്ളി 100ലേക്ക് റീച്ച് ചെയ്യുമെന്ന് തോന്നിക്കുന്നൊരു നിമിഷമാണ് പോയി. ആ വിക്കറ്റ് അങ്ങോട്ട് പോയി. പിന്നീട് അങ്ങോട്ട് ഇന്ത്യ വീണ്ടും ഒരു 16 ഓവറിൽ എത്രയാണ് 10 ഓവറിൽ 100 കടന്ന ഇന്ത്യ പിന്നീട് അങ്ങോട്ട് സ്ട്രഗിൾ ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. ഏകദേശം 14 ഓവറൊക്കെ വന്നപ്പോൾ ആ ഒരു റൺ റേറ്റ് പോയിരുന്നെങ്കിൽ ഒരു 140 വരേണ്ട സ്ഥാനത്ത് 14 ഓവറൊക്കെ വന്നപ്പോൾ 120 ഇന്ത്യ 125 ഇന്ത്യ ഒതുങ്ങി. കാര്യം പിച്ച് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. വളരെ സെൻസിബിളായിട്ട് തന്നെ തിലക് വർമ്മയും സൂര്യകുമാറും ബാറ്റ് ചെയ്തു. ഞാൻ ഇതിനു മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, സൂര്യകുമാറിൻ്റെ റെസ്പോൺസിബിൾ ഇന്നിങ്സ് ഈ ടൂർണമെൻറ്റ് ത്രൂ ഔട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം ഇതേപോലത്തെ സ്ട്രഗിൾ സിറ്റുവേഷൻ വരുമ്പോൾ സൂര്യകുമാർ അവിടെ ഉണ്ടാകണം. തിലക് വർമ്മ ഒരേപോലെ പാർട്ണർഷിപ്പിലൂടെ കളിക്കുന്ന ഒരു പ്ലെയർ കൂടിയാണ്. അത്യാവശ്യം പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്ത് കളിക്കുന്ന നല്ലൊരു കൺസിസ്റ്റൻറ്റ് പ്ലെയറും കൂടിയാണ്. ആ ഒരു പാർട്ണർഷിപ്പ് അവിടെ ബിൽഡായി. അതിനുശേഷം ഗംഭീർ ഡയറക്റ്റ് പിച്ചിൽ വന്നു. ഗംഭീർ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു. നമ്മൾ കണ്ടപ്പോൾ മനസ്സിലായി അടുത്തത് ഗിയറപ്പ് ചെയ്യാൻ പോവാണ്, അടി തുടങ്ങാൻ പോവാണ്. അടിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ തിലക് വർമ്മയുടെ വിക്കറ്റ് പോയി. ഗംഭീർ അവിടെ എന്ത് തേങ്ങയാണെന്ന് കാണിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം തന്നെ ഹാർദിക് പാണ്ഡ്യ ആ ഒരു വിക്കറ്റ് ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്നലത്തെ കളിക്ക്. ഞാൻ ഇതിനുമ്പോൾ പണ്ടത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഹാർദിക് പാണ്ഡ്യൻ്റെ വിക്കറ്റ് പോകാൻ സാധ്യതയുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത്, ഹാർദിക് പാണ്ഡ്യൻ്റെ മാത്രം ഒരു വീഡിയോ ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുള്ളതാണ്, ആ വിക്കറ്റ് അവിടെ പോകാൻ സാധ്യതയില്ല. കാര്യം പുള്ളി ക്രോസ് ബാറ്റ് വീശുമ്പോൾ അത് കറക്റ്റ് ടൈമിംഗ് അല്ല എന്നുണ്ടെങ്കിൽ, പുള്ളിയുടെ ഫുട് വർക്ക് കറക്റ്റ് അവിടെ പ്ലേസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, പുള്ളിക്ക് ഒരു പുഷിംഗ് സപ്പോർട്ട് ബോഡിയുടെ ഇല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ബാറ്റ് അവിടെ തന്നെ ആ ഒരു ലോങ് ഓഫിലേക്ക് ക്യാച്ച് പോകാൻ സാധ്യതയുള്ളതാണ്. അതവിടെ തന്നെ പോയി. ആദ്യത്തെ ദിവസം പോയിരിക്കുന്നത് ഇതേപോലെ സ്ക്വയർ ഡ്രൈവിൻ്റെ അവിടെയാണ് പോയിരിക്കുന്നത്. ആ ഒരു അതുള്ള ഏരിയ അവിടെ തന്നെയാണ്. ആ ഒരു ഏരിയ തന്നെയാണ് പുള്ളിയുടെ വിക്കറ്റ് കിടന്ന് കളിച്ചിട്ടിരിക്കുന്നത്. ഒന്ന് സ്ക്വയർ ഏരിയയിൽ വരുന്നത്, പിന്നെ ഒന്ന് ലോങ് ഓഫിലാണ്. പിന്നീട് അങ്ങോട്ട് വന്നപ്പോൾ എങ്കിലും ഞാൻ നമുക്ക് പ്രതീക്ഷയുണ്ട് ഇന്ത്യയുടെ, ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞൊരു കാര്യം, ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞാൽ ഇന്ത്യ എത്രയൊക്കെ ഡൗൺ ആയെന്ന് പറഞ്ഞാലും ഒരു 170+ സ്കോർ ഇന്ത്യയുടെ വരും. അത് അങ്ങനത്തെ ഒരു ഗ്യാരണ്ടീഡ് ആണ്. ഇന്ത്യയുടെ ബാറ്റ്സ്മാൻമാരുടെ ക്വാളിറ്റി അത്രയും ഡെപ്ത് ഉണ്ട് ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയ്ക്ക്. 170+ നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. ഏകദേശം അതൊക്കെ തന്നെയാണ് വന്നത്. പിന്നെ ബോളിംഗ് നിരയിലേക്ക് വന്നു. പിന്നെ നമ്മൾ അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തിരിച്ച് നമുക്ക് കൊടുക്കാനുള്ള മർമ്മങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ നിലവിലുള്ള ഒരു മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് സമീപകാലത്തായിട്ട് അത് വളരെ പ്രകടമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മളുടെ ഒരു 5-6 വിക്കറ്റൊക്കെ മാക്സിമം പോകാൻ സാധ്യതയുള്ളൂ ശരിക്കും ഇപ്പോഴത്തെ ഒരു ബാറ്റിങ്ങിൻ്റെ സ്ട്രെങ്ത് വെച്ചിട്ട്, ഒരു ഡെപ്ത് വെച്ചിട്ട്. ബട്ട് നമ്മൾ 7-8 വിക്കറ്റൊക്കെ പോകുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫിനിഷിംഗ് ലെവലിലേക്ക് എത്തുമ്പോൾ
ഒരു ഐഡിയ ഇല്ലായ്മ വരുന്നുണ്ട്. ധോണിയൊക്കെ ഉള്ള സമയത്തുള്ള അല്ലെങ്കിൽ ഇതിന് മുന്നേ ഉള്ള സമയത്തുള്ള ഒരു ഫിനിഷിങ്ങിൻ്റെ ഒരു പ്രോപ്പർ എക്സിക്യൂഷൻ അവിടെ നടക്കുന്നില്ല. വിക്കറ്റുകൾ പോകുന്നുണ്ട്, ആ ഫേസ് ചെയ്യുന്ന ബോളുകളിൽ വിക്കറ്റ് പോകുന്നുണ്ട്. ശരിക്കും ആ ഫേസ് ചെയ്യുന്ന ബോളുകളിൽ നമുക്ക് ഒന്നെങ്കിൽ 1-2 റൺസ് വരലാണ് ഏറ്റവും മെയിൻ കാര്യം. അവിടെ വിക്കറ്റ് പോകുന്നത് ഈ അടുത്ത കാലത്തായിട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണ്.